കാസർഗോഡ് ജീവനൊടുക്കിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെ ആൺ സുഹൃത്ത് സന്ദേശ് കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടുവെന്ന് പോലീസ് പറയുന്നു. ചിന്നു പാപ്പുവിൻ്റെ മരണശേഷം സന്ദേശിനെതിരെ ഒരുപാട് സൈബർ ആക്രമണം നടന്നു. ഇന്നലെയാണ് സന്ദേശിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. പറയൂ അരുൺ, എന്താ സംഭവിച്ചേ? ഗുഡ് മോർണിംഗ്. ഒരാഴ്ച മുൻപാണ് ബ്ലോഗറായ ചിന്നു പാപ്പു ആത്മഹത്യ ചെയ്യുന്നത്. ചൌക്കിയിലെ വാടക വീട്ടിൽ തൂങ്ങിയ നിലയിലായിരുന്നു ചിന്നു പാപ്പുവിന്റെ മൃതദേഹം കണ്ടത്. ഇത് കണ്ട ആദ്യത്തെ ഐ വിറ്റ്നസ് ആയിരുന്നു സന്ദേശ്. അന്ന് മുതൽ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദം സന്ദേശ് നേരിട്ടിരുന്നു. സന്ദേശും ചിന്നു പാപ്പുവും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി ഒരുമിച്ചായിരുന്നു താമസം. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന ഒരു പ്രചരണം വ്യാപകമായി ഉണ്ടായി. സൈബർ ആക്രമണം ഉണ്ടായി. ഈ സൈബർ ആക്രമണമാണ് സന്ദേശിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യയിൽ സന്ദേശിന്റെ പ്രേരണ ഇല്ലെന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സന്ദേശിന്റെ മൊഴിയെടുത്ത് പോലീസ് സന്ദേശിനെ വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ സൈബർ ആക്രമണം വലിയ തോതിൽ സന്ദേശ് നേരിട്ടിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ആരൊക്കെയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണം അയച്ചുവിടുന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് SKN അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.